ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഹൈലൈറ്റ് മാളിലൊന്ന് കറങ്ങിയിട്ട് വരാം. ക്രിസ്മസിന് അല്ലെങ്കിൽ ന്യൂ ഇയറിനൊക്കെ അങ്ങോട്ട് പോകണമെന്ന് കരുതിയതാണ്, പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ അവസരം കിട്ടിയപ്പോൾ വേഗം അങ്ങോട്ട് പോയി. അവസരം എന്ന് പറയുമ്പോൾ ഞങ്ങൾ സൺഡേ രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് അറിഞ്ഞത് ഫ്രണ്ട്സൊക്കെ വൈകുന്നേരമായിട്ട് പോകുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ ആ പ്ലാൻ വൈകുന്നേരത്തേക്ക് അങ്ങോട്ട് മാറ്റി. അതിനുള്ള പ്രധാന കാരണം നമ്മുടെ കുഞ്ഞുമക്കൾ ഒരുമിച്ച് എൻജോയ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം അവിടെ ചെന്നാൽ നമുക്ക് വലിയ റോളില്ല. എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളും എൻഗേജ്ഡ് ആവും. അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി പ്ലേ ആസയിൽ ചെന്ന് അങ്ങനെ അവരുടെ കൂടെ ഇരിക്കാം എന്നൊക്കെ തന്നെയുള്ളൂ. ഞങ്ങൾ തന്നെ പോകുമ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ പ്ലേ ആസയിൽ കൊണ്ടുപോകാറൊന്നുമില്ല. അതിൻ്റെ പ്രധാന കാരണം അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും നമുക്ക് കാര്യമായിട്ട് പിടിയുണ്ടായിരുന്നില്ല. ഇത്തവണ പോയപ്പോഴാണ് മനസ്സിലായത് പേ ചെയ്യാതെയും കുട്ടികൾക്ക് അവിടെ ചെന്നിരുന്ന് കളിക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങളവിടെ എൻട്രി ചെയ്തപ്പോൾ തന്നെ, അതായത് ഹൈലൈറ്റ് മാളിലേക്ക് കയറിയപ്പോൾ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ സാൻഡാ വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ ഈസി ബൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ കയറിയത്. ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണെങ്കിൽ തന്നെ മാക്സിലാണ് ഞങ്ങൾ കയറാറ്. ഈസി ബൈയിൽ ആദ്യമായിട്ടാണ് കയറിയത്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ പ്രൈസ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങാൻ പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് വെറുതെ ഒന്ന് നോക്കിയെന്ന് മാത്രം. അതിനിടയിൽ കുഞ്ഞൻ അവന് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ സെലക്ട് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമായിരുന്നു. വെച്ചാൽ അവ എടുക്കുന്നത് ഒക്കെ പെൺകുട്ടികളുടെയാണ്. എന്നിട്ട് പറയുന്നതാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി. ഓക്കെ അമ്മയ്ക്കാ എല്ലാം അമ്മയ്ക്കാ എടുക്കണ്. ഉടുപ്പൊന്ന് കാണിച്ചേ. ആ അതാർക്കാ? ഇതും അമ്മയ്ക്കാ? ഇതോ? അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ഫ്ലോറിലേക്ക് കയറിയപ്പോൾ അവിടെ ഫുഡ് കോർട്ടൊക്കെ ആയിരുന്നു. അവിടെ തന്നെയാണ് ഈ കുട്ടികളുടെ പ്ലേ സ്റ്റേഷൻ അഥവാ പ്ലയാസ. അവിടെ ഞങ്ങൾ ആദ്യം ഒന്ന് ജസ്റ്റ് നോക്കിയുള്ളൂ. കാരണം ഞങ്ങൾക്ക് ആ സമയത്ത് അറിയുന്നുണ്ടായിരുന്നില്ല കുഞ്ഞിനെ അങ്ങനെ കൊണ്ട് ഇരുത്താൻ പറ്റുന്നൊക്കെ ഉള്ളത്. നമ്മുടെ ഫ്രണ്ടിൻ്റെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ട് കാർഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ കയറാറില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അറിയണ്ടായിരുന്നില്ല. അതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ നെക്സ്റ്റ് ഫ്ലോറിലേക്ക് നമ്മുടെ സിനിമ തിയേറ്ററും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം പിന്നെ ആ പ്ലയാസയിൽ കയറിയപ്പോൾ മനസ്സിലായി നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറ്റി ഇരുത്താനൊക്കെ പറ്റും. അപ്പം അങ്ങനെ കുറേ നേരം പിന്നെ അവിടെയായിരുന്നു കുട്ടികളൊക്കെ. കുറേ നേരം എന്ന് പറഞ്ഞാൽ കുറേ അധികം നേരം തന്നെ അവിടെയായിരുന്നു. കാരണം ഞങ്ങൾക്ക് പാരൻസിന് ശരിക്കും മടുത്തു. അവിടെ നിന്ന് അല്ലെങ്കിൽ അവിടെ ഇരുന്നൊക്കെ മടുത്തു. പക്ഷേ കുട്ടികൾക്ക് ഒരിക്കലും മടുക്കില്ലല്ലോ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് അവർക്ക് വിശന്നപ്പോഴാണ് അവർ വന്ന് പറഞ്ഞു തുടങ്ങിയത്. കുഞ്ഞൻ വന്നിട്ട് ഞം വേണം പറയുന്നുണ്ട്. ബാക്കി ഓരോരുത്തർ വിശക്കണ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് കോർട്ടിലിരുന്ന് ഫുഡ് അടിക്കുക എന്നുള്ളത് നമുക്ക് അത്ര അഫോർഡബിൾ ആയിരിക്കില്ല. സോ ഞങ്ങൾ താഴെ ഏറ്റവും താഴെയുള്ള ഫ്ലോറിൽ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അവിടുത്തെ ഫുഡ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് അഫോർഡബിളാണ്. അപ്പം അങ്ങനെ അവിടെ കയറി ഞങ്ങൾ പാഴ്സൽ വാങ്ങുകയും ചെയ്തു. ചിക്കൻ കറി ഓർ സംതിങ്, അതന്നെ കേരള ചിക്കൻ കറിയാണെന്ന് തോന്നുന്നു വാങ്ങിയത്. അത് നല്ല അഫോർഡബിളാണ് കേട്ടോ. കറി ആയിട്ടായാലും മീറ്റ് അങ്ങനത്തെ ഐറ്റംസ്. ശരിക്കും പറഞ്ഞാൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് നമുക്ക് അത്യാവശ്യം അഫോർഡബിളാണ്. ഞങ്ങൾ മുമ്പ് പോകുമ്പോഴൊന്നും ആ ഏരിയ കയറിയിട്ടുണ്ട്, പക്ഷേ ഈ ഫുഡിൻ്റെ ഏരിയ അത്ര എക്സ്പ്ലോർ ചെയ്യാറില്ല. ഇത്തവണ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു എന്ന് മാത്രമല്ല, നന്നായിട്ട് എൻജോയ് ചെയ്തു. സമയം പോയത് അറിഞ്ഞത് പോലില്ല. ഞങ്ങൾ നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. അങ്ങനെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസം കൂടെ കടന്നുപോയി. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.